ആദ്യത്തെ T20 10 റണ്ണ്, രണ്ടാമത്തെ T20 6 റണ്ണ്, മൂന്നാമത്തെ T20 ഗോൾഡൻ ഡക്ക്. സഞ്ജു സാംസൺ ഈ 3 മത്സരങ്ങളിൽ നിന്നും ആകെ മൊത്തം നേടിയത് 16 റണ്ണ്. അഞ്ചാമത്തെ T20 BCCI എന്തുകൊണ്ട് സഞ്ജുവിന് അവസരം കൊടുക്കണമെന്ന് മലയാളികൾ പോലും ചിന്തിച്ചു പോകുന്ന അവസരത്തിലാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും ഫോം ഇല്ലാത്ത, റൺസ് എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു പ്ലെയറിനെ എന്തുകൊണ്ട് സഞ്ജുവിനെ പോലെ ആയാലും ആരായാലും ടീമിൽ ഇടം പിടിപ്പിക്കുക എന്നൊരു സ്ഥാനം എന്തിനാണ് എന്നൊരു ചോദ്യം ബാക്കി അവശേഷിക്കുകയാണ്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം 10 ഓവറിലാണ് നമ്മൾ 155 ടാർഗറ്റ് അടിച്ച് നേടിയത്. 10 ഓവറുകളിൽ. അത് സഞ്ജു ആദ്യത്തെ ബോളിൽ തന്നെ പുറത്തായി. പിന്നീട് വന്ന പ്ലെയേഴ്സായ ഇഷാൻ കിഷനും നല്ലോണം കളിച്ചിട്ടാണ് പോയത്. പിന്നീട് സൂര്യകുമാർ യാദവും അഭിഷേക് ശർമ്മയും കൂടി കളി അങ്ങ് ഫിനിഷ് ചെയ്തു. 10 ഓവർ നമ്മൾ കളി ചേർത്തു. ഈ ഒരു ചോദ്യം നിൽക്കുകയാണ്, സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഓബ്വിയസ് ആണ് കാര്യങ്ങൾ. അതായത് ഇഷാൻ കിഷനെ പിടിച്ച് ഓപ്പണിംഗ് ഇറക്കും. അതിന് താഴെ തിലക് വർമ്മ ഇഷാൻ്റെ പ്ലേസിൽ വരും. കളത്തിൽ കഴിഞ്ഞു, കഥം. അതായത് ഇന്ത്യൻ ടീം സെറ്റാണ്. സഞ്ജു രംഗം മാറ്റിയാൽ മാത്രം മതി എന്നുള്ളതാണ്. എന്നാൽ സഞ്ജുവിനെ മാറ്റിക്കൊണ്ട് വലിയ നഷ്ടത്തിലേക്ക് ഇന്ത്യ പോകുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് അഞ്ചാമത്തെ T20 സഞ്ജു കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആദ്യം തന്നെ പറയുക. ഒരു മലയാളി ഫേവറിലോ അല്ലെങ്കിൽ നമ്മളൊരു സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് സഞ്ജു കളിക്കണം എന്നുള്ള വികാരങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആസ് എൻ ഇന്ത്യൻ ടീം നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ സഞ്ജു സാംസൺ ടീമിൻ്റെ ഭാഗമാവണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പ്രതികരിക്കൂ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ട്, എന്തൊക്കെയായാലും ശരി, സഞ്ജുവിന് കുറച്ച് ആശ്വസിക്കാം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്. അതായത് തിലക് വർമ്മ ഈ സീരീസിൽ തിരിച്ചു വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ആദ്യമൊക്കെ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നത് തിലക് വർമ്മ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം മാച്ചിലൊക്കെ തിലക് വർമ്മ കളിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട്സുകൾ വന്നിരുന്നു, കുറച്ച് വിഷ്വൽസ് പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് BCCI ഈസ് നോട്ട് ടേക്കിംഗ് എ റിസ്ക്. BCCI തിലക് വർമ്മയെ ടീമിൽ എടുത്തുകൊണ്ട് റിസ്കിലെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. 3-ാം തീയതി ഫെബ്രുവരി 3-ാം തീയതി വാം-അപ്പ് ഗെയിംസ് തുടങ്ങാൻ പോവുകയാണ്. T20 ലോകകപ്പുമായി ബന്ധപ്പെട്ട് ആ വാം-അപ്പ് ഗെയിംസിൽ മാത്രമായിരിക്കും തിലക് വർമ്മയെ പരീക്ഷിക്കാനുള്ള സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഏറ്റവും കൂടുതൽ ആശ്വാസം ഉണ്ടാക്കാൻ പറ്റിയ കാര്യം ഈ സീരീസിന് മുന്നേ തന്നെ T20 ലോകകപ്പിലെ സ്ക്വാഡിനെ അനൗൺസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് മാത്രം T20 വേൾഡ് കപ്പിൽ സഞ്ജുവിൻ്റെ പേരുണ്ടായി എന്നുള്ളത് മാത്രമാണ് ഭാഗ്യം. കാരണം ഈ സീരീസിന് ശേഷമാണ് വന്നിരുന്നെങ്കിൽ സഞ്ജുവിൻ്റെ പേര് BCCI പരിഗണിക്കുക പോലും ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ സഞ്ജുവിന് കുറച്ച് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് തിലക് വർമ്മയെ പരീക്ഷിക്കാൻ BCCI തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡ് സീരീസിൽ, ഇപ്പോൾ ഓൺഗോയിങ് ന്യൂസിലൻഡ് സീരീസിൽ തിലക് വർമ്മ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ആണെങ്കിൽ വാട്ട് ഇസ് ഗോണ ഹാപ്പൻ? ഈ ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ സഞ്ജുവിനെ തന്നെ അഞ്ചാമത്തെ T20 കളിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീളുകയാണ് എന്നത് വേണം പറയാൻ. അതായത് സഞ്ജുവിന് മുന്നിൽ ഇനി 2 അവസരങ്ങളുണ്ട്. ഈ 2 അവസരങ്ങൾ സഞ്ജുവിന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ സഞ്ജുവിന് T20 ലോകകപ്പിൽ ടീമിൽ ഇടം പിടിക്കാം, ചില മത്സരങ്ങളിലെങ്കിലും. അല്ലാത്ത പക്ഷം സഞ്ജുവിനെ നിർദാക്ഷിണ്യം മാറ്റി നിർത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സഞ്ജു ടീമിൽ നിൽക്കുന്നത് PR-ൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ എന്നൊരു ചോദ്യമാണ്. ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം, സഞ്ജുവിനുള്ള PR ക്യാമ്പയിൻ ചെറുതൊന്നുമല്ല. ഒരുപക്ഷെ പ്രധാനപ്പെട്ട പല പ്ലെയേഴ്സിനേക്കാൾ ഉപരി സഞ്ജുവിന് PR ഉണ്ട്. അത് നമ്മളിപ്പോഴുള്ള മലയാളികൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു വലിയ ക്യാമ്പയിൻ തന്നെയാണ്. അത് സഞ്ജുവിനെ പ്രധാനമായും ടീമിലെടുക്കുക എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. സ്വാഭാവികമായും നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും മുറവിളി കൂട്ടിയിരുന്ന സമയത്തോ ഒക്കെ തന്നെ സഞ്ജുവിന് ടീമിലിടാൻ നേടാനുള്ള എല്ലാ അവസരങ്ങളും സാധ്യതകളും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം സഞ്ജു അത്ര നല്ല ഫോമിലായിരുന്നു. ഏകദിനത്തിലൊരു സെഞ്ചുറി അടിച്ചതിന് ശേഷം സഞ്ജുവിൻ്റെ ടീമിൽ ഒഴിവാക്കിയതൊക്കെ വളരെയധികം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇത് യാതൊരു തർക്കവുമില്ല. പക്ഷേ നിലവിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് കാണുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചോദ്യം, വൈ സഞ്ജു സാംസൺ ദ ടീം എന്നുള്ളതാണ്. 2 T20 മത്സരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ 3 T20 മത്സരങ്ങളിൽ നിന്നും ഒരു പ്ലെയറിനെ വിലയിരുത്തുക എന്നതിനെ പറ്റി അല്ല ചോദ്യം. ബട്ട് സഞ്ജുവിന് എന്തോ ഒരു പേടി, സ്റ്റാൻസിൽ നിൽക്കുമ്പോഴോ ക്രീസിൽ നിൽക്കുമ്പോഴുള്ള പേടി ഉൾപ്പെടെയുള്ളവർ സീനിയർ പ്ലേയേഴ്സ് കോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കോട്ട് ചെയ്യുന്നതല്ല, സീനിയർ പ്ലേയേഴ്സ് ഉൾപ്പെടെ കോട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അഭിഷേക് ശർമ്മയെ എന്തിനാണ് സഞ്ജു സാംസൺ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അനുകരിക്കാൻ ശ്രമിക്കുന്നത് എന്നത് അജിങ്ക്യ രഹാനെ ചോദിച്ച ചോദ്യമാണ്. അത് കളിക്കാൻ അഭിഷേക് ശർമ്മ അപ്പുറത്തുണ്ടല്ലോ. സഞ്ജുവിൻ്റെതായ കളി കളിച്ചാൽ പോരെ എന്നുള്ളത് അജിങ്ക്യ രഹാനെ വിമർശനം ഉന്നയിച്ചതും നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. ഇപ്പോൾ അജിങ്ക്യ രഹാനെ വിമർശിച്ചാലും ഇല്ലെങ്കിലും സഞ്ജു സാംസൺ വിമർശനങ്ങൾക്ക് അധീനനല്ല. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ടീമിൻ്റെ ടെമ്പോ തന്നെ മാറ്റിമറിക്കാവുന്ന ഘട്ടത്തിലേക്ക് സഞ്ജുവിൻ്റെ കളി മാറുകയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പവർ പ്ലേ ഓവേഴ്സാണ് ഏറ്റവും കൂടുതൽ മുതലാക്കേണ്ട. ഓവേഴ്സിൽ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് ഏറ്റവും നല്ല സ്റ്റാർട്ട് കൊടുക്കേണ്ട, ന്യൂ ബോളിൽ ഏറ്റവും നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്യേണ്ട ഇന്ത്യൻ ബാറ്റർമാരിൽ സഞ്ജു സാംസൺ ഇപ്പോൾ ഇങ്ങനെ പുറത്താകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ടീമിൻ്റെ താളം തെറ്റും. ആ താളം തെറ്റുന്നത് ബാക്കിയുള്ള പ്ലേയേഴ്സിനെയും കാര്യമായി ബാധിക്കുമെന്നതും പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം സഞ്ജു ഒരു ഓപ്പണറാണ്. ഓപ്പണർ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ട്, ആ ഒരു ഓപ്പണിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സഞ്ജുവിൽ നിന്നും ഡെലിവർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഒന്നാമത്തെ കാര്യം, സഞ്ജുവിൻ്റെ ഷോട്ട് സെലക്ഷൻസ് ഉൾപ്പെടെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. 2 സഞ്ജുവിൻ്റെ സ്റ്റംപ്സ് ഒക്കെ തെറിച്ച് പോകുമ്പോഴേക്കും ഉണ്ടാകുന്ന വേദന വേറൊരു കാര്യം കൂടിയാണ്.
ഒരു പന്ത് ആദ്യത്തെ പന്തിലാണ് സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ ബൗൾഡായി തിരിച്ച് വീട്ടിൽ കയറി പോയത്, ഡഗൗട്ടിൽ കയറി പോയതെന്ന് പറയുമ്പോഴേക്കും അതൊരു വളരെ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, സഞ്ജുവിന് ചിലപ്പോൾ അവസരങ്ങൾ കൂടുതൽ ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട്. അത് അടുത്ത 2 മത്സരങ്ങളായിരിക്കും. T20 ലോകകപ്പിൽ നിലവിലുള്ള സാധ്യത വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ സഞ്ജുവിന് അവസരങ്ങൾ കിട്ടാൻ സാധ്യതയില്ല. കാരണം ടീമിൽ അഴിച്ചുപണികൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ഈ ന്യൂസിലൻഡ് ടീമിൽ തന്നെ തിലക് വർമ്മയെ ഇറക്കാതിരിക്കാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. വെറുതെ റിസ്ക് എടുത്തുകൊണ്ട് തിലക്കിൻ്റെ പരിക്ക് കൂടുതലാക്കണ്ട എന്നുള്ളതാണ് BCCIയുടെ തീരുമാനം. കൂടുതലാക്കി വഷളാക്കി അത് വീണ്ടും എന്താ പറയുക, ആ ഒരു സോണിലേക്ക് തിലക്കിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് T20 ലോകകപ്പിനെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ടീം ആ റിസ്ക് എടുക്കാതെ തിലക് വർമ്മയെ വീണ്ടും റെസ്റ്റ് എടുപ്പിക്കാനുള്ള ഒരു സൗകര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അത് സഞ്ജു സാംസണ് തുണയായി മാറുകയും ചെയ്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ 4ാമത്തെ T20യും 5ാമത്തെ T20 തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന T20യും ആ രീതിയിൽ തന്നെയായിരിക്കും സഞ്ജുവിന് ചിലപ്പോൾ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നിവാസികളെ, കേരള പ്രേമികളെ, ഇന്ത്യൻ ടീം പ്രേക്ഷകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ കാര്യവട്ടത്ത് വന്നു കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ മത്സരം നേരിട്ട് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടായിട്ട് പറയാനുള്ളത് എന്നത് കൂടി എടുത്ത് സൂചിപ്പിക്കുന്നു. സഞ്ജുവിന് വീണ്ടും ഒരു അവസരം BCCI കൊടുക്കാനുള്ള സാധ്യതയുണ്ട്, അതും 2 അവസരങ്ങൾ. ഇത്രയും മോശം ഫോമിൽ നിൽക്കുന്ന, റൺസ് ഒട്ടും ഇല്ലാതിരിക്കുന്നത്, ആലോചിച്ച് നോക്കണം, 3 കളികളിൽ നിന്ന് വെറും 16 റൺസാണ് ഒരു ടീമിന് വേണ്ടിയിട്ട് ഓപ്പണർ എന്ന രീതിയിൽ സഞ്ജു സാംസൺ ഈ സീരീസിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും മോശമാണ്, ഏറ്റവും മോശം ആവറേജാണ്, ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റാണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ബട്ട് ഹി ക്യാൻ ചേഞ്ച് ഇറ്റ് ഇൻ 1 ഗെയിം എന്നുള്ള വിശ്വാസം മലയാളികൾക്കിടയിലുണ്ട്. അത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലോ എന്നുള്ളത് അറിയില്ല. IPL ചെന്നൈ സൂപ്പർ കിങ്സ് പോലും അദ്ദേഹത്തെ ട്രേഡ് ചെയ്തിരിക്കുന്നത് 2 പ്ലേയേഴ്സിനെ വിഡ്രോ ചെയ്തിട്ടാണ്, രവീന്ദ്ര ജഡേജ ആൻഡ് സാം കറൻ. ഈ 2 പേരെയും കളഞ്ഞിട്ടാണ് സഞ്ജു സാംസൺ എന്ന പ്ലെയറിനെ മാത്രമായിട്ട് CSK വാങ്ങിച്ചിരിക്കുന്നത്. സോ CSK ഹാസ് സം പ്ലാൻസ്. അതേ രീതിയിൽ തന്നെ സഞ്ജു പ്രഷറിലാണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഓബ്വിയസ്ലി ഒരു പ്ലെയർ ഗംഭീരമായി കളിച്ചില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ട്രോളും വിമർശിക്കും, സീനിയർ പ്ലേയേഴ്സ് വിമർശിക്കും, കോമൻറ്റേറ്റേഴ്സ് വിമർശിക്കും, അനലിസ്റ്റുകൾ വിമർശിക്കും. എല്ലാ തരത്തിലുമുള്ള വിമർശനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ. ഇഫ് ഹി ഹാസ് ടു ബ്രേക്ക് ദാറ്റ് ഔട്ട്, സഞ്ജു തന്നെ കളിച്ച് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അക്ഷമരായിട്ട് ഇവർ ഉറ്റുനോക്കുന്നത്. ഇനി വരാൻ പോകുന്ന 2 മത്സരങ്ങളിൽ ഇനി അഥവാ സെലക്ടേഴ്സ് അവസരം കൊടുത്താൽ പോലും ക്യാൻ സഞ്ജു മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തിരുവനന്തപുരത്ത് ഇനി വീണ്ടും വെള്ളവും തൂക്കിക്കൊണ്ട് പ്ലെയേഴ്സിന് കൊടുക്കാൻ പോകുന്ന കാഴ്ച തിരുവനന്തപുരത്ത് ഒരു മത്സരം നടക്കുമ്പോൾ പോലും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹവും കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ തിലക് വർമ്മയെ ബെഞ്ചിലിരുത്താനുള്ളൊരു രീതിയിലും കൂടെ നിൽക്കുമ്പോഴേക്കും നിലവിൽ ടീം ഈ സീരീസ് ജയിച്ചിരിക്കുകയാണല്ലോ. 3-0 ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് സീരീസ് തന്നെ ഇന്ത്യ തൂക്കിയ സ്ഥിതിക്ക് ഇനി അങ്ങനെ ഒരു ചേഞ്ച് ടീമിൽ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇതേ ഓൺഗോയിങ് ടീമിൽ തന്നെ പോയാൽ പോരെ? അതാകുമ്പോൾ T20 വേൾഡ് കപ്പിന് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന 2 മത്സരങ്ങൾ പോലും ഒരു വാം അപ്പ് ഗെയിം പോലെ തന്നെ ആയി കൂട്ടിയാൽ പോരെ എന്നൊരു ചോദ്യവും കൂടിയുണ്ട്. അതുകൊണ്ട് there's no risk. ഈ സീരീസുമായി ബന്ധപ്പെട്ട് there's no risk as India has already won the series. അതുകൊണ്ട് തന്നെ ആ റിസ്ക് അവിടെ ഇല്ല. എന്നാൽ സഞ്ജുവിന് ആവട്ടെ ആർക്കായാലും ഒരു അവസരം കൊടുക്കാം, ലെറ്റ് ദം പ്ലേ എന്നുള്ളൊരു തോട്ടോടെ BCCIക്ക് പോവുകയാണെങ്കിൽ they will play with the same team. കാരണം വിന്നിംഗ് ഫോമിൽ തന്നെയാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേറെ റിസ്ക് എടുത്തൊരു പ്ലെയറിനെ മാറ്റേണ്ട ആവശ്യമില്ല. ഇനി വേറെ രീതിയിലും ചിന്തിക്കാം. അതായത് എന്തായാലും സീരീസ് ജയിച്ചു, അപ്പോൾ പിന്നെ പുതിയ പ്ലെയേഴ്സിന് അവസരം കൊടുക്കുക എന്നുള്ളൊരു ചിന്ത കൂടെ വന്നു കഴിഞ്ഞാൽ അതുമാകാം. അതുകൊണ്ട് 2 തട്ടിലായിട്ട് കാര്യങ്ങൾ മാറാം. അതുകൊണ്ട് എങ്ങനെ രീതിയിൽ വേണമെങ്കിലും മാറാം. പക്ഷേ എന്നാൽ പോലും ഇഫ് ഹി ഗെറ്റ്സ് 1 or 2 more chances എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, അത് മലയാളി ആയതുകൊണ്ടുമല്ല പറയുന്നത്. ഒന്ന്, സഞ്ജുവിൻ്റെ ഫോം റീഗെയിൻ ചെയ്യാൻ സാധിക്കും. 2, T20 വേൾഡ് കപ്പിൽ നിന്ന് സഞ്ജു ബെഞ്ചിലിരിക്കുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ്. നിലവിലത്തെ ഈ 3 മത്സരങ്ങൾ വെച്ചിട്ട് സഞ്ജുവിന് അടുത്ത 2 മത്സരങ്ങളിലും പുറത്തിരുത്താനാണ് നിൽക്കുന്നതെങ്കിൽ സഞ്ജു ഉറപ്പായിട്ടും T20 വേൾഡ് കപ്പ് കളിക്കില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റിൽ സഞ്ജു ബെഞ്ചിലിരിക്കേണ്ട കാഴ്ച കാണാൻ വയ്യാത്തത് കൊണ്ടാണ് അടുത്ത 2 മത്സരങ്ങളിലും സഞ്ജുവിന് അവസരം കിട്ടിയാൽ ഇഫ് ഹി ക്യാൻ പ്രൂവ്. അടുത്ത 2 മത്സരങ്ങൾ കിട്ടിയിട്ടും സഞ്ജുവിന് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒരു മലയാളി പോലും സഞ്ജുവിൻ്റെ കൂടെ നിൽക്കില്ല T20 വേൾഡ് കപ്പ് കളിക്കാൻ എന്നുള്ളത് വ്യക്തമാണ്. ഒരു സീരീസേ ഒരു മനുഷ്യനെ കൊടുത്തിട്ട് പോലും ഇഫ് ഹി കാൺട്ട് പ്രൂവ് ഇറ്റ് ദെൻ ദേർ ഈസ് നോ വേ. വേറെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ അടുത്ത 2 മത്സരങ്ങളെങ്കിലും കളിക്കാൻ കിട്ടുകയാണെങ്കിലും ആ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇഫ് ഹി ക്യാൻ മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്, അതൊരു വലിയ സന്തോഷമായിരിക്കും എന്നതൊരു പറയാതിരിക്കാൻ സാധിക്കില്ല. ബട്ട് ആസ് എ ടീം വളരെ സെറ്റ് ടീമാണ്. നമ്മൾ അഭിഷേക് ശർമ്മ മിന്നും ഫോമിലാണ്, ഇഷാൻ കിഷൻ സ്പ്ലെൻഡഡ് ഫോമിലാണ്, സൂര്യകുമാർ യാദവ് അടിപൊളി ഫോമിലാണ്, അങ്ങനെ ടോപ്പ് ഓർഡർ ഗംഭീരമായ ഫോമിലാണ്, ബൗളിംഗ് അറ്റാക്കും സൂപ്പർബാണ്. അപ്പോൾ ആ രീതിയിൽ നിൽക്കുമ്പോൾ സഞ്ജു മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതാണ് വേറൊരു പ്രശ്നമെന്ന് പറയുന്നത്. എന്നാൽ സഞ്ജുവിനെ റീപ്ലേസ് ചെയ്യാൻ തിലക് വർമ്മ ഉണ്ട് താനും. സോ ടീമിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇഫ് സഞ്ജു ടീമിലില്ലെങ്കിലും ഉണ്ടെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ മാറ്റിയാൽ പോലും തിലക് വർമ്മയാണ് വരാൻ പോകുന്നത്. T20 ആജാന ബാഹുവാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഒരു ക്ഷീണമേ അല്ല എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. സഞ്ജുവിൻ്റേതായൊരു ഗെയിം എത്രയും വേഗം കിട്ടട്ടെ. അത് അടുത്ത T20 ഇഫ് സഞ്ജു ഇസ് പാർട്ട് ഓഫ് ദ ടീം അതിൽ തന്നെ ക്ലിക്ക് ആവട്ടെ എന്നത് തന്നെയാണ് ഓരോ ആരാധകരുടെയും പ്രാർത്ഥന.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.